നോക്കുക, ആദ്യം നമ്മൾ നോക്കുന്നത് സോണറ്റ് 121, അതായത് സോണറ്റ് 121 എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ സോണറ്റ്. അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് അതിന്റെ തീമാണ്. സോണറ്റ് 121ന്റെ തീം എന്ന് പറയുന്നത് എന്താണ്? ജഡ്ജ്മെന്റും മൊറാലിറ്റിയുമാണ്. ഇതൊരു പോയിന്റ് ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? എ 14 ലൈൻ സോണറ്റ്സ് ദാറ്റ് ഫോളോസ് എ കൺസിസ്റ്റന്റ് റൈം സ്കീം ഓഫ് ABAB CD EF GG റിട്ടൺ ഇൻ ഇയാംബിക് പെൻഡാമീറ്റർ. ഇതൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതുപോലെ അവസാന നിമിഷം നമ്മൾ നോക്കാതെ പോകുന്ന കാര്യങ്ങളുണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോയത്തിൽ അല്ലെങ്കിൽ സോണറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ സിസുറ. അങ്ങനെ സിസുറ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ലൈൻ തരും. എങ്ങനെ? ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദർ ബാഡ്നെസ് റെയിൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കും. ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചോദിക്കും. അങ്ങനെ ആയിരിക്കും ചോദ്യം വരാൻ ചാൻസ്. ഇതിനകത്ത് അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, വൈൽ ആൻഡ് വൈൽ ഇൻ ദ ലൈൻ 1 ആൻഡ് റിസീവ്സ് റിപ്രോച്ച് ഇൻ ലൈൻ 2. അടുത്ത ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് എൻജാംമെന്റ്. ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ലൈൻസ് 3 and 4 ആസ് വെൽ as 5 and 6. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? എൻജാംമെന്റിന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എ വാലിഡേഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്നത്. അതെന്താണോ? നമുക്കറിയാവുന്ന പോലെ മെറ്റാഫിസിക്കൽ പോയട്രിയാണ്. പിന്നെ അതിന്റെ തീംസ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ്? ഡെത്ത്, ലവ്, റിലീജിയസ് ഫെയ്ത്ത്, സയൻസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തീംസ്. ഇത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഡെത്ത്, ലവ്, ഇനി ഓപ്ഷൻ തരും. ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ട് അതിനകത്ത് ഏതാണ് ഈ പറയുന്ന അതിന്റെ തീംസ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഡെത്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം, ലവ് ഉണ്ടെങ്കിൽ എഴുതാം, റിലീജിയസ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ എഴുതാം, സയൻസ് ഉണ്ടെങ്കിൽ എഴുതാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് റിട്ടൺ ഇൻ 9 4-line സ്റ്റാൻസ, അതായത് 9 4-line സ്റ്റാൻസസിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. യൂസിങ് എ 4-beat iambic tetrameter line with a rhyme scheme for each stanza is an alternating ABAB. ഓക്കെ, ഇതാണ് എൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് വായിച്ച് നോക്കുക കാര്യങ്ങൾ. പിന്നെ അടുത്തത് ലിറ്റററി ഡിവൈസസ്. നമ്മുടെ ഈ വാലിഡേഷൻ ഫോർബിഡിങ് മോർണിംഗിനകത്ത് ഉള്ള ലിറ്റററി ഡിവൈസസ് ഏതൊക്കെ വെച്ചാൽ അലിട്രേഷൻ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. തൈസോ ദ ഫിക്സഡ് ഫുഡ് മേക്സ് നോ ഷോ ആൻഡ് മേക്സ് മീ എൻഡ് വേർ ഐ ബിഗൻ. ഇതൊക്കെ എന്താണ്? അതിൻ്റെ ഫിക്സഡ് ഫുഡ്, ഇത് അലിട്രേഷൻ ഉദാഹരണമാണ്. അതല്ല മേക്സ് മീ. ഓക്കെ, ഇതൊക്കെ ഈ വരിയിലെ അലിട്രേഷന് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ലൈൻ തരും. ലൈൻ തന്നിട്ട് ഇത് എന്തിൻ്റെ പെടും അല്ലെങ്കിൽ ഏത് ലിറ്റററി ഡിവൈസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അലിട്രേഷൻ എന്ന് എഴുതാം. അപ്പോൾ ഈ ലൈൻസ് ഒക്കെ നമ്മുടെ ഓർമ്മയിൽ വരണം. ഓക്കെ, ഇനി അടുത്തത് മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഡൺ ഹാസ് യൂസ്ഡ് എ മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ് ഇൻ സ്റ്റാൻസ 7 to 9. നമ്മൾ പ്രത്യേകം നോക്കുക എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെ തൊട്ടാ? 7 to 9 സ്റ്റാൻസാസിലാണ്. 7 മുതൽ 9 വരെയുള്ള സ്റ്റാൻസാസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വരികളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നതും ഇതൊക്കെ നമ്മൾ PDF എടുത്ത് വെച്ച് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എന്താ ചെയ്തിരുന്ന അദ്ദേഹം? വേർ ഹി കമ്പയർസ് ഹിസ് സ്പിരിച്വൽ ആൻഡ് ഹോളി ലവ് വിത്ത് ദ ഹാൻഡ്സ് ഓഫ് എ കോമ്പസ്. ഇനി നമ്മൾ നോക്കുക സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ ലൈൻ. ഇത് ലൈക്ക് ഗോൾഡ് ടു എയറി തിന്നസ് ബീറ്റ് എന്ന് പറയുന്നത്. അടുത്ത കൺസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. കെയർലെസ് ഐസ് ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ടു മിസ്. അപ്പൊ ഇങ്ങനെ തന്നിട്ട് കൺസണൻസ് എന്താണെന്ന് നമ്മളോട് ചോദിക്കത്തില്ല. ഓക്കെ, നമ്മൾക്ക് ഇങ്ങനെ ലൈൻ തന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഏത് ലിറ്റററി ഡിവൈസിൽ പെടുന്നു. അപ്പൊ നമുക്ക് കൺസണൻസ് എന്ന് എഴുതാം. അടുത്ത ഇമേജറി, അതാണ് അതിനുള്ള ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആസ് പെർച്വസ് മെൻ പാസ് മൈഡ്ലി അവയും, കെയർലെസ് ഐസ് ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ടു മിസ്. അതുപോലെ ആസ് സ്റ്റിഫ് ട്വിൻ കമ്പസസ് ആർ ടു. ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്, ഇമേജറിക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത സിംബോളിസം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ദ കോമ്പസ് ആൻഡ് ദ സ്ഫിയേഴ്സ് ആർ ദ സിംബിൾസ് ഓഫ് ലവ്. ഇതിനകത്ത് മെറ്റഫോർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണിത്. നോ ടിയർ ഫ്ലോട്ട്സ് നോർ സൈസ് ടെമ്പേഴ്സ് മൂവ് എന്ന് പറയുന്നത് മെറ്റഫോറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതുപോലെ ലൈൻ തന്നിട്ട് ചോദിക്കും ഏതിൽ പെടും. അപ്പൊ നമുക്ക് മെറ്റഫോർ എന്ന് എഴുതാം. പിന്നെ പാരഡോക്സ് അതിന്റെ ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇഫ് ദേ ബി ടു ദേ ആർ ടു സോ അസ്
Stiff tin compasses are to thy soul, the fixed foot makes no show to move, but doth if the other do. ഇത് പാരഡോക്സിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് നോക്കുക, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. അതിൽ നോക്കുക എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തീം. റിയലൈസിങ് വൺ സ്ട്രെങ്ത്, ഗോഡ്സ് ഒബീഡിയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ആർ ദ മേജർ തീംസ്. ഇത്രയും ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? റിയലൈസിങ് വൺസ് സ്ട്രെങ്ത്, ഗോഡ്സ് ഒബീഡിയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ആർ ദ മേജർ തീംസ്. പിന്നെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മാൻസ് ഒബീഡിയൻസ് ടു ഗോഡ്. നെക്സ്റ്റ് ലിറ്റററി ഡിവൈസസ് നോക്കുക. അസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് എക്സാമ്പിൾസ് ആണ് ഈ ലൈൻസ്. ഗോഡ് ഡത്ത് നോട്ട് നീഡ് ആൻഡ് പോസ്റ്റ് ഓവർ ലാൻഡ് ആൻഡ് ഓഷ്യൻ വിത്തൗട്ട് റെസ്റ്റ്. ഓക്കെ, ദെൻ അല്യൂഷൻ. അത് ഏത് ലൈനാണ് നോക്കുക. ആൻഡ് ദാറ്റ് വൺ ടാലന്റ് വിച്ച് ഇസ് ഡെത്ത് ടു ഹൈഡ്. അപ്പോൾ ഇതുപോലെ തന്നിട്ട് ഇവിടെ ഏത് ലിറ്റററി ഡിവൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അല്യൂഷൻ എഴുതാം. ദെൻ അലിട്രേഷൻ നോക്കുക. ഡെത്ത് നോട്ട് നീഡ് ആൻഡ് വേൾഡ് ആൻഡ് വൈഡ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? അലിട്രേഷന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത് കൺസോണൻസ് നോക്കുക. ഈസ് കിങ്ലി തൗസൻഡ്സ് അറ്റ് ഹിസ് ബിഡിങ് സ്പീഡ്. നെക്സ്റ്റ് ലൈൻ ആൻഡ് ദാറ്റ് വൺ ടാലന്റ് വിച്ച് ഇസ് ഡെത്ത് ടു ഹൈഡ്. ഇതൊക്കെ കൺസോണൻസിന് എക്സാമ്പിൾസ് ആണ്. ഇതുപോലെ തന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ഏതാണ് ലിറ്റററി ഡിവൈസ്. അപ്പം കൺസോണൻസ് നമുക്ക് എഴുതാം. ഇനി അടുത്ത് എൻചാംമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ലൈനാണ് അതിന് എക്സാം നോക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുപോലെ ഇത്രയും തന്നിട്ട് ചോദിക്കും ഇത് ഏത് ലിറ്റററി ഡിവൈസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് എന്ത് എഴുതാം? എൻചാംമെന്റ് എന്ന് എഴുതാം. ഇതിൽ നിന്നൊക്കെ ചോദ്യം വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ലൈൻസ് ആണ് ഇതെല്ലാം. ഇമേജറിയുമായി ഒക്കെ ഉദാഹരണമായിട്ട് വരുന്ന ലൈൻസ് ആണ്. ഇത് ചോദിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇമേജറി എന്ന് എഴുതാം. അടുത്ത മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക. ദ പോയം ഷോസ് ദ യൂസ് ഓഫ് ദ എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സ് ഓഫ് ഗോഡ്സ് ഒബീഡിയൻസ് ത്രൂ ഔട്ട് ദ പോയം സച്ച് ആസ് ടു സെർവ് ദെയർ വിത്ത് മൈ മേക്കർ ആൻഡ് പ്രസന്റ് മൈ ട്രൂ അക്കൗണ്ട് ലെസ്റ്റ് ഹി റിട്ടേണിംഗ് ചൈൽഡ് എന്ന് പറയുന്നതെല്ലാം എന്താണ്? മെറ്റഫറിന് എക്സാമ്പിൾസ് ആണ്. ദെൻ പേഴ്സണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക. ഐ ഫോൺലി ആസ്ക് ബട്ട് പേഷ്യൻസ് ടു പ്രിവെന്റ് ദാറ്റ് മർമർ സൂൺ റിപ്ലൈസ്. ഇത് തന്നിട്ട് ചോദിക്കുക ഇത് എന്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം പേഴ്സോണിഫിക്കേഷൻ. ദെൻ പണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണിത്. പിന്നെ റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ് അല്ലെങ്കിൽ ഏത് ലൈനിലാണ് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 7th ലൈനിൽ. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ടു പുട്ട് എംഫസിസ് ഓൺ ഹിസ് പോയിന്റ് സച്ച് ആസ് ഡെത്ത് ഗോഡ് എക്സാക്ട് ഡെയർ ലേബർ ലൈറ്റ് ഡിനൈഡ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് വരാം. നെക്സ്റ്റ് നോക്കുക. സിംബോളിസം ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക. ദ പോയം ഷോസ് ദ യൂസ് ഓഫ് ദ സിംബൽസ് ഓഫ് സഫറിംഗ്, അക്സെപ്റ്റൻസ് ആൻഡ് ഹംബിൾനെസ് ജസ്റ്റ് ടു ഷോ ഹൗ സഫറിങ്സ് ബ്രിങ് പീപ്പിൾ ക്ലോസ് ടു ദെയർ മേക്കർ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അടുത്ത് നോക്കാം. നമുക്ക് എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച ചെയ്യാം. നോക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട തീംസ് എന്തൊക്കെയാണ്? The inevitability of death, the value of commemorating the dead, and anonymity with fame are the major themes. Okay, written in heroic quatrains with a rhyme scheme ABAB, CDCD, EFEF. Next point, the poem has a pastoral setting with no pastoral characters. ഇത് ചോദിക്കും which poem has a pastoral setting with no pastoral characters എന്ന് ചോദ്യം തന്നിട്ട് അവിടെ കുറേ ഓപ്ഷൻസ് കൊടുക്കും. അതിനകത്ത് ഇതുപോലെ എലിജി റിട്ടേണിനെ കൺട്രി ചർച്ച ചെയ്യണമെന്നുണ്ടാകും. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ ലൈൻസ്. നെക്സ്റ്റ് നോക്കുക. കൺസണൻസ്, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ലൈൻസ് ഒക്കെ ചോദിച്ചിട്ട് ഇത് ഇവിടെ ഏത് ലിറ്റററി ഡിവൈസ് ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് അലിട്രേഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക. അതിൻ്റെ ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എല്ലാം PDF-നകത്തൂടെ വായിച്ച് മനസ്സിലാക്കുക. PDF ഫയൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേഴ്സണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഈ ലൈൻസ്. ഓക്കെ, അടുത്ത് എൻചാംമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന ലൈൻ. ദ നെക്സ്റ്റ് വിത്ത് ഡർജസ് ഡ്യൂ ഇൻ സാഡ് അറേ സ്ലോ ത്രോ ദ ചർച്ച് വേ പാത്ത് വി സാ ഹിം ബോൺ. എന്തിന് ഉദാഹരണമാണ്? എൻചാംമെന്റിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതുപോലെ തന്നിട്ട് ചോദിക്കും ഇവിടുത്തെ ലിറ്റററി ഡിവൈസ് ഏത്. അപ്പോൾ നമുക്ക് എൻചാംമെന്റ് നമുക്ക് പറയാം. ഇനി ടു എ സ്കൈലാർക്ക്. ടു എ സ്കൈലാർക്കിന്റെ തീംസ് ഏതൊക്കെയാണ്? നേച്ചറും ഹ്യൂമൻ സ്പിരിറ്റുമാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട തീംസ്. ഇനി എ 21 stanza ode that is consistent in its rhyme scheme ABA
BB. Okay, from the very first to the last stanza. ഇനി അടുത്ത ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ്? ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ അപ്പോസ്ട്രോഫി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുള്ള എക്സാമ്പിളാണ് ഈ ബ്ലഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ദ സ്പീക്കർ അഡ്രസ്സസ് ദ സ്കൈലർ കാളിംഗ് ഇറ്റ് ബ്ലഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? അപ്പോസ്ട്രോഫിക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് അലിട്രേഷൻ. ആൻഡ് എക്സാമ്പിൾസ് ആണ് ഹെവൻ ആൻഡ് ഹാർട്ട് ഇൻ സ്റ്റാൻസ 1 സ്റ്റിൽ ആൻഡ് സ്പ്രിംഗസ്റ്റ് ഇൻ സ്റ്റാൻസ 2. ദെൻ ഓഡ് ഓൺ എഗ്രേഷൻ. അവിടെ നോക്കുക ഏതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത്. നോക്കുക, ബ്യൂട്ടി ഓഫ് ആർട്ട്, ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഓഫ് ടൈം ആൻഡ് ട്രാൻസൈൻസ് ഓഫ് ലൈഫ് ആർ സം ഓഫ് ദ പ്രൊമിനന്റ് തീംസ് ഓഫ് ദിസ് ഓഡ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത് കൺസോണൻസ് ആൻഡ് ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളായിട്ട്. ഇവിടെ സിംബോളിസം ഉണ്ട്. Okay, Keats has used a lot of symbols in this poem, such as plants and trees are symbols of youth and spring. Urn itself is a symbol of time and life. And the personification. Okay, the urn is addressed as bride of quietness and Sylvian historian. Okay, personification ഉദാഹരണങ്ങളാണ്. When I use soft pipe play on, as if pipe and urn are humans that can perform certain acts. ഇതുപോലെ തന്നിട്ട് ചോദിക്കും ഇത് എന്തിന് ഉദാഹരണമാണ്? ഇതാണ് പേഴ്സോണിഫിക്കേഷൻ. നെക്സ്റ്റ് നോക്കുക, അസൊനൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് മോർ ഹാപ്പി ലവ്, മോർ ഹാപ്പി ഹാപ്പി ലവ്. ദെൻ ആറ്റിക് ഷേപ്പ്, ഫെയർ ആറ്റിറ്റ്യൂഡൽ വിത്ത് ബ്രീഡ്. ഇതെല്ലാം അസൊനൻസിന് ഉദാഹരണങ്ങളായിട്ടുള്ള ലൈൻസ് ആണ്. ദെൻ മെറ്റോണിമി നോക്കുക, കീറ്റ്സ് ലിങ്ക്സ് ദ മാൻസ് ഹേർട്ട് ടു ഹിസ് ഫീലിംഗ്സ് ഓഫ് ബീയിങ് ഹൈ സോറോഫുൾ ആൻഡ് ക്ലോയിഡ്. ഇതെന്ന് പറയുന്നത് മെറ്റോണമി എന്ന് പറയുന്ന ലിറ്റററി ഡിവൈസസിന് ഉദാഹരണമാണ്. ദെൻ സിനിക്ഡോക്ക്. അതിന് എക്സാമ്പിളാണ് ബേണിംഗ് ലവ്, ദാറ്റ് ഈസ് ഫീവർ ആൻഡ് പാർച്ചിങ് ടങ്സ് ഈസ് തേഴ്സ്റ്റ്. ഇതൊക്കെ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ്. ഇതൊക്കെ നോട്ട് ചെയ്യുക. ദെൻ അനോഫറ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അതേതാണ് ഫോർ അവർ എന്ന് പറയുന്നത്. ഇൻ ദ ഫസ്റ്റ് 2 ലൈൻസ് ആൻഡ് ഹാപ്പി ഇൻ ദ ലാസ്റ്റ് 2 ലൈൻസ്. ഓക്കെ, ഫോർ അവർ പെയിന്റിംഗ് ആൻഡ് ഫോർ അവർ യങ്, ഫോർ അവർ പൈപ്പിംഗ് സോങ്, ഫോർ അവർ ന്യൂ, എ ഹാപ്പി ഹാപ്പി ബവ്സ്, മോർ ഹാപ്പി ലവ്, മോർ ഹാപ്പി ഹാപ്പി ലവ്. അപ്പോൾ ഇതൊക്കെ തന്നിട്ട് ചോദിക്കും എന്താണ്. അപ്പോൾ നമുക്ക് അനഫോറ എഴുതാം. ദെൻ അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക ഈ ലൈൻ. ഇനി അടുത്ത് നോക്കുക പാരഡോക്സ്. നോക്കുക, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹിയർഡ് ദെൻ പൈപ്പ് ടു ദ സ്പിരിറ്റ് ഇറ്റ് ഈസ് ഓഫ് നോട്ട് ഓൺ. ഇതൊക്കെ എന്തിനാണ്? പാരഡോക്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ അപ്പോസ്ട്രോഫി. നോക്കുക, ദ പോയറ്റ് അഡ്രസ് ദ ഏൺ, ദ പിക്ചേഴ്സ് പെയിന്റഡ് ഓൺ ദ ഏൺ ആൻഡ് ദ ലവേഴ്സ് എൻഗ്രേവ്ഡ് ഓൺ ദ ഏൺ. നെക്സ്റ്റ് ഉലീസസ്. അതെന്താണ്? നമുക്കറിയാവുന്ന പോലെ ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ്. ദെൻ അതിൻ്റെ തീംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മോർട്ടാലിറ്റി ആൻഡ് ഏജിങ്, അഡ്വഞ്ചർ ആൻഡ് നോളജ്, ക്വാഷൻ വിത്ത് റെക്ലെസ്നെസ്, ഹീറോയിസം ആൻഡ് ഓവർകമ്മിങ് ലിമിറ്റേഷൻസ്, എക്സ്പ്ലോറേഷൻ, ദ ഫുൾഫിൽമെന്റ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ആർ ദ മേജർ തീംസ്. അപ്പോൾ ഇത് ഇത്രയും പ്രധാനപ്പെട്ട തീംസ് ആണ്. ദെൻ ലിറ്റററി ഡിവൈസസ് നോക്കാം. നമുക്ക് കൺസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ലൈനാണ് ദിസ് ഇസ് മൈ സൺ മൈൻ ഓൺ ടെലമാക്കസ്. ദെൻ അസൊനൻസിന് എക്സാമ്പിൾ ആണ് ഇത്. ഇതൊക്കെ തന്നിട്ട് ചോദിക്കും ഏത് ഡിവൈസ് ആണെന്ന്, ലിറ്റററി ഡിവൈസ് ആണെന്ന്. അപ്പോൾ നമ്മൾ എഴുതണം. അലിട്രേഷന് എക്സാമ്പിൾസ് ആണ് ഫ്രീ ഹേഴ്സ്, ഫ്രീ ഫോർ ഹേഴ്സ്, യു ആൻഡ് ഐ ആർ ഓൾഡ് എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത്. ദെൻ എൻചാൻമെന്റ് നോക്കുക, ഇത് തന്നിട്ട് ചോദിക്കും ഇത് ഏതിൽ പെടും, ലിറ്റററി ഡിവൈസ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻചാൻമെന്റ് നമുക്ക് എഴുതാം. ഈ ലൈൻസ് ഒക്കെ വായിച്ചു വെക്കുക. നമ്മുടെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ഇമേജറി നോക്കുക, ദ തണ്ടർ ആൻഡ് ദ സൺഷൈൻ ആൻഡ് ദ പോസ്റ്റ്. Then next line, that hold and sleep and feed and know not me. Next, to sail beyond the sunset and the bats. അപ്പോൾ ഇതൊക്കെ ഇമേജറിക്ക് എക്സാമ്പിൾ ആണ്. ദെൻ പേഴ്സണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഫോർ ആൾവേസ് റോമിങ് വിത്ത് എ ഹംഗ്രി ഹാർട്ട്. ദെൻ മെറ്റഫോർ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണിത്. നോക്കുക, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാവുന്നത് പോലെ ഡ്രമാറ്റിക് മോണോലോഗ് ആണ് ഇൻ 5 സെക്ഷൻസ്. എ ഡ്രമാറ്റിക് മോണോലോഗ് ഇൻ 5 സെക്ഷൻസ് made up of rhyming couplets and written mostly in iambic pentameter. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇതാണ് ഡ്രമാറ്റിക് മോണോലോഗ് ഇൻ 5 സെക്ഷൻസ് മേഡ് അപ്പ് ഓഫ് റൈമിംഗ് കപ്ലെറ്റ്സ് ആൻഡ് റിട്ടൺ മോസ്റ്റ്ലി ഇൻ അയാംബിക് പെൻഡാമീറ്റർ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? നോക്കുക, ഡെത്ത്, ട്രൂത്ത് ഓർ സബ്ജക്ടിവിറ്റി, ഡെല്യൂഷൻ ആൻഡ് ബ്യൂട്ടി ആർ ദ മേജർ തീംസ്. അപ്പോൾ നമ്മുടെ മൈ ലാസ്റ്റ് HSA എന്ന് പറയുന്ന പോയതിൻ്റെ പ്രധാനപ്പെട്ട തീംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡെത്ത്, ട്രൂത്ത് ഓർ സബ്ജക്ടിവിറ്റി, ഡെല്യൂഷൻ ആൻഡ് ബ്യൂട്ടി ആർ ദ മേജർ തീംസ്. എക്സാമിന് ഇതുപോലെ കുറേ ഓപ്ഷൻസ് തരും. അതിനകത്ത് ചിലപ്പോൾ ഡെത്ത് എന്നുണ്ടാകും, അല്ലെങ്കിൽ ട്രൂത്ത് എന്നുണ്ടാകും, അല്ലെങ്കിൽ സബ്ജക്ടിവിറ്റി എന്നുണ്ടാകും, അല്ലെങ്കിൽ ഡെല്യൂഷൻ എന്നുണ്ടാകും, അല്ലെങ്കിൽ ബ്യൂട്ടി എന്നുണ്ടാകും.
അതിനകത്ത് ഏതെങ്കിലും കണ്ടാൽ നമ്മളത് ആൻസർ ആയിട്ട് എഴുതണം. എപ്പോഴാണ് ഈ തീംസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ. മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട തീമുകൾ ഏതിൽ പെടുന്നു എന്ന് ചോദ്യം വരുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നേ കാണത്തുള്ളൂ, നമുക്കതിന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഡെത്ത്, ട്രൂത്ത് ഓർ സബ്ജക്ടിവിറ്റി, ഡെല്യൂഷൻ ആൻഡ് ബ്യൂട്ടി ആർ ദ മേജർ തീംസ്. പിന്നെ നമ്മുടെ ഈ പറയുന്ന മൈ ലാസ്റ്റ് ഡച്ചസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കുക. അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ലുക്ക് ആൻഡ് ലുക്ഡ് എന്ന് പറയുന്ന വേർഡ്സ്. എവിടെ? ഇൻ ലൈൻ 24, 24ാമത്തെ ലൈനിൽ ലുക്ക് ആൻഡ് ലുക്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്തിന്? ഇതാണ് അലിട്രേഷന് ഉദാഹരണമാണ്. നിസിഷ്ര എന്താണ് എക്സാമ്പിൾ ആണ് ഈ ലൈൻ. സംഹൗ ഐ നോ നോട്ട് ഹൗ ആസ് ഇഫ് ഷീ റാങ്ക്ഡ്. ഇതെന്ന് പറയുന്നത് സിഷ്രയ്ക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ തരത്തിലൊരു ലൈൻ തന്നിട്ട് ഇല്ലെങ്കിൽ ഈ ലൈൻ തന്നെ തരും, തന്നിട്ട് ഇത് ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുപോലെ ആൻസർ എഴുതാൻ പറ്റും. സിസുറയാണ്. ഓക്കെ, സംഹൗ ഐ നോ നോട്ട് ഹൗ ആസ് ഇഫ് ഷീ റാങ്ക്ഡ്. ഇനി അടുത്ത് എൻചാംമെന്റ്. അത് എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ലൈൻസ് 2 and 3. നമുക്കിത് ലൈൻസ് 2 and 3യിലുള്ള ആ ട്രാൻസിഷൻ ഇടയിൽ നമുക്ക് എൻചാംമെന്റ് കാണാൻ പറ്റും. അതേതാണ് ഈ ലൈൻസ് നോക്കുക. ലുക്കിംഗ് ആസ് ഇഫ് ഷീ വെയർ അലൈവ്, ഐ കോൾ ദാറ്റ് പീസ് എ വണ്ടർ നൗ ഫ്രാ പാൻഡോൽസ് ഹാറ്റ്സ്. ഇത് എൻചാംമെന്റിന് എക്സാമ്പിൾ ആണ്. അപ്പം പരീക്ഷയ്ക്ക് ഇതുപോലെ ലൈൻ തന്നിട്ട് ഇത് ലിറ്റററി ഡിവൈസിൽ ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എൻചാംമെന്റ്. എൻചാംമെന്റ് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ലൈൻസ്. ഇനി അടുത്ത ലൈൻസ് 5 and 6. ഇതും എന്താണ്? എൻചാംമെന്റിന് ഉദാഹരണമാണ്. ഏതൊക്കെ? വിൽ ഇറ്റ് പ്ലീസ് യു സിറ്റ് ആൻഡ് ലുക്ക് അറ്റ് ഹെർ ഐ സെഡ് ഫ്രാ പാൻഡോൾഫ് ബൈ ഡിസൈൻ ഫോർ നെവർ റെഡ്. ഇതും എന്തിന് ഉദാഹരണമാണ്? എൻചാംമെന്റിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന മൈ ലാസ്റ്റ് ടെസ്റ്റിനകത്ത് എൻചാംമെന്റിന് ഉദാഹരണമായിട്ടുള്ള ലൈൻസ് ആണ് ഇത് രണ്ടും. ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ഇതിനകത്ത് ഏത് ലിറ്റററി ഡിവൈസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് പറയാം എൻചാംമെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം ഡോവർ ബീച്ച്. അടുത്ത നമ്മൾ ഡോവർ ബീച്ചിനെ നോക്കുകയാണ്. നോക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട തീംസ് ഏതൊക്കെയാണ് നോക്കുക. മാൻ, ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സെർട്ടനിറ്റി, നേച്ചർ ആൻഡ് എലിനേഷൻ ആൻഡ് ലവ് ആർ ദ മേജർ തീംസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? മാൻ, ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സെർട്ടനിറ്റി, നേച്ചർ ആൻഡ് ഏലിയനേഷൻ ആൻഡ് ലവ് ആർ ദ മേജർ തീംസ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട തീംസ് ഡോവർ ബീച്ചിന്റെ. നോക്കുക, there are 4 stanzas in this poem, each varies in length. 4 സ്റ്റാൻസകളാണ് ഉള്ളത്. അതിൽ ഓരോന്നും എന്ത് ചെയ്യുന്നു? ലെങ്തിൽ വേരി ചെയ്യുന്നു. നോക്കാം നമുക്ക്. Stanza 1 has 14 lines. Stanza 2 has 6 lines. Stanza 3 has 8 lines. And the last stanza has 9 lines. അപ്പോൾ ഇത്തരത്തിൽ വേരി ചെയ്തുകൊണ്ടാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. 4 സ്റ്റാൻസാസേ ഉള്ളെങ്കിലും ഓരോരോ സ്റ്റാൻസയ്ക്കും അതിൻ്റെ ലെങ്തിൽ വ്യത്യാസം ഉണ്ട്. അപ്പം അങ്ങനൊരു പ്രത്യേകത ഇതിനുണ്ട്. ഈ ഡോവർ ബീച്ച് എന്ന് പറയുന്ന പോയത്തിന് ഉണ്ട്. നോക്കുക, ദ പോയം ഫോളോസ് ഇറഗുലർ അയാംബിക് പെൻറ്റാമീറ്റർ സച്ചസ് ഹാത്ത് റിയലി നെയ്തർ ജോയ് നോർ ലവ് നോർ ലൈറ്റ്. ഇറഗുലർ അയാംബിക് പെൻറ്റാമീറ്റർ ആണ്. അപ്പം അതിനൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ സ്പെസിഫിക് റൈം സ്കീം ഇൻ ദിസ് പോയം. ഈ പോയത്തിൽ എന്തില്ല? ഒരു സ്പെസിഫിക് റൈം സ്കീമില്ല. ഇത്രയുമാണ് നമ്മൾ പ്രാഥമികമായിട്ട് ഡോവർ ബീച്ചിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഒന്നെന്ന് പറയുന്നത് എൻ്റെ പ്രധാനപ്പെട്ട തീംസ്. അതൊക്കെയാണ് മാൻ, ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സെർട്ടനിറ്റി, നേച്ചർ ആൻഡ് എലിനേഷൻ ആൻഡ് ലവ് ആർ ദ മേജർ തീംസ്. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്റ്റാൻസാസ് ഉണ്ട്. പക്ഷേ ഓരോ സ്റ്റാൻസാസും അതിൻ്റെ ലെങ്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സ്റ്റാൻസ 1 14 ലൈൻസ് ഉണ്ടെങ്കിൽ സ്റ്റാൻസ 2 6 ലൈൻസേ ഉള്ളൂ. സ്റ്റാൻസ 3 8 ലൈൻസ്. അതുപോലെ സ്റ്റാൻസ 4 ലാസ്റ്റ് സ്റ്റാൻസയ്ക്ക് 9 ലൈൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ചത് ഇറഗുലർ അയാംബിക് പെൻറ്റാമീറ്റർ ആണ്. അതിന് ഉദാഹരണമാണ് ഈ ലൈൻ. ഹാർട്ട് റിയലി നെയ്തർ ജോയ് നോർ ലവ് നോർ ലൈറ്റ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള റൈം സ്കീം ഇല്ല. ലിറ്റററി ഡിവൈസസ് ഏതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അസനൻസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഈ ലൈൻ. ഏതൊരു ഹാർട്ട് റിയലി നെയ്തർ ജോയ് നോർ ലവ് നോർ ലൈറ്റ് എന്ന് പറയുന്നത് അസനൻസിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ലൈൻ ചോദിച്ചിട്ട്
ഇതിനകത്ത് ലിറ്റററി ഡിവൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അസനൻസ് എന്ന് പറയാം. ഇതിനകത്ത് അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണിത്. ടു ലൈ ബിഫോർ അസ് ലൈക്ക് എ ലാൻഡ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് അലിട്രേഷന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ തന്നിട്ട് അത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അലിട്രേഷൻ ആണെന്ന് പറയാം. ഇതിനകത്ത് എൻചാംപ്മെന്റ് വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈ ലൈൻസ്. ഏതൊക്കെയാണ്? And we are here as on a darkling plain, swept with confused alarms of struggle and flight. ഇത് എൻചാംപ്മെന്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പം ഇങ്ങനൊരു ലൈൻ തന്നിട്ട് അത് എന്തിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ ഏത് ലിറ്റററി ഡിവൈസ് ആണ് ചോദിച്ചാൽ നമുക്ക് എൻചാംപ്മെന്റ് എന്ന് പറയാം. അടുത്ത് നോക്കാം, അല്യൂഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കാം, ദിസ് പോയം കണ്ടെയ്ൻസ് അല്യൂഷൻസ് ആസ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ. ഫോർ എക്സാമ്പിൾ, Sophocles refers to the great Greek playwright, and in the third stanza, Sea of Faith refers to the world of religions. Okay, ഇതൊക്കെയാണ് അല്യൂഷൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ പാതറ്റിക് ഫാലസി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ഈ ലൈൻസ് ഒക്കെ. നോക്കുക ഏതൊക്കെ? ലിസൺ, യു ഹിയർ ദ ഗ്രേറ്റിംഗ് റോ ഓഫ് പെബിൾസ് വിച്ച് ദ വേവ്സ് ഡ്രോ ബാക്ക് ആൻഡ് ഫ്ലിങ് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ എറ്റേണൽ നോട്ട് ഓഫ് സാഡ്നെസ്, ഇതെല്ലാം പാതറ്റിക് ഫാലസിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഇത് എന്താണ്, ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാതറ്റിക് ഫാലസി എന്ന് പറയാം. പിന്നെ സിംബോളിസം ഉപയോഗിച്ചിട്ടുണ്ട്. ഏത്? സീ ഓഫ് ഫെയ്ത്ത് സിംബിളൈസസ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ആൻഡ് ടൈഡ് ലീവിംഗ് ദ ഷോർ ഈസ് ദ സിംബിൾ ഓഫ് ലോസ്റ്റ് ഫെയ്ത്ത്. ഓക്കെ, പ്രധാനപ്പെട്ട സിംബോളിസമാണ് ഇതിനകത്ത്. സീ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്തിനെയാണ് സിംബിളൈസ് ചെയ്യുന്നത്? ഫെയ്ത്ത് ഇൻ ഗോഡ് എന്നാണ്. ടൈഡ് ലീവിംഗ് ദ ഷോർ അത് എന്തിനെ സിംബിളൈസ് ചെയ്യുന്നു? ലോസ്റ്റ് ഫെയ്ത്തിനെ സിംബിളൈസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നിട്ട് ചോദിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിംബോളിസം എന്ന് പറയാം. പിന്നെ സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ എന്താണ് ലൈൻസ് ആണിത്. ടു വൺ അനദർ ഫോർ ദ വേൾഡ് വിച്ച് സീംസ് ടു ലൈ ബിഫോർ അസ് ലൈക്ക് എ ലാൻഡ് ഓഫ് ഡ്രീംസ്. അപ്പൊ ഇനി അടുത്ത് ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിരിക്കുന്ന ലൈൻസ് ആണ് ഇതൊക്കെ. ഈ പറയുന്ന ലൈൻസിലെല്ലാം ഇമേജറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡിവൈസ് ആയിട്ട്. നോക്കുക, ദ ടൈഡ് ഈസ് ഫുൾ, ദ മൂൺ ലൈസ് ഫെയർ. അടുത്തത് ഓഫ് പെബിൾസ് വിച്ച് ദ വേവ്സ് ഡ്രോ ബാക്ക് ആൻഡ് ഫ്ലിങ്. അടുത്തത് വേർ ദ സീ മീറ്റ്സ് ദ മൂൺ ബ്ലാൻച്ച്ഡ് ലാൻഡ്. ഇതെല്ലാം ഇമേജറിക്ക് എക്സാമ്പിൾസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ തന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇമേജറി എന്ന് പറയാം. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എ പ്രയർ ഫോർ മൈ ഡോട്ടർ എന്ന് പറയുന്ന W.B. Yeatsന്റെ എന്താണ് പോയമാണ്. നോക്കുക, ഇതിന്റെ പ്രത്യേകത എന്താണ്? റിട്ടൺ ഇൻ ദ ലിറിക് ഫോം കണ്ടെയ്നിങ് 10 8-line stanza വിത്ത് എ റെഗുലർ റൈം സ്കീം ഓഫ് A B B C D D C. ലിറിക് ഫോമിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിന് എത്ര ലൈൻസ് ഉണ്ട്? 10 8-line stanza ആണ്. അപ്പൊ 10 സ്റ്റാൻസ ഉണ്ട്. ഓരോ സ്റ്റാൻസയിലും 8 ലൈൻസ് വെച്ച് ഉണ്ട്. ഇപ്പൊ റെഗുലർ സ്കീമും ഉണ്ട്. എന്താണ്? A B B C D D C. ഓക്കെ, ഇനി ഇതിന്റെ തീംസ് എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട തീംസ് നോക്കുക. വുമൺഹുഡ് ആൻഡ് ട്രഡീഷണൽ ഫെമിനിറ്റി, ദ പവർ ആൻഡ് ഡേഞ്ചർ ഓഫ് ബ്യൂട്ടി, ആൻഡ് ദ ഹോപ്സ് ആൻഡ് ഫിയേഴ്സ് ഓഫ് പാരന്റ്ഹുഡ്. ഇത്രയാണ് പ്രധാനപ്പെട്ട തീംസ്. ഏതൊക്കെയാണ്? വുമൻഹുഡ് ആൻഡ് ട്രഡീഷണൽ ഫെമിനിറ്റി, ദ പവർ ആൻഡ് ഡേഞ്ചർ ഓഫ് ബ്യൂട്ടി, ആൻഡ് ദ ഹോപ്സ് ആൻഡ് ഫിയേഴ്സ് ഓഫ് പാരന്റ്ഹുഡ്. ഇത് ഇത്രയാണ് എ പ്രയർ ഫോർ മൈ ഡോട്ടറിന്റെ പ്രധാനപ്പെട്ട തീംസ്. ലിറ്റററി ഡിവൈസ് നമുക്ക് നോക്കാം. പേഴ്സണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റോം ഈസ് ഹൗളിംഗ്. അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ത്രെറ്റനിങ് എക്സ്റ്റീരിയർ ഫോഴ്സസ്. എക്സാമ്പിൾ റയോട്ട്സ് ഈവിൽനെസ്. ഓക്കെ, ഇത് പേഴ്സണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. സിംബൽസ്, അതായത് സിംബോളിസം എന്ന് പറയുന്ന ലിറ്റററി ഡിവൈസിന് ഉദാഹരണമായിട്ട് നമുക്ക് ഇത് പറയാം. സ്റ്റോം പറയാം. അത് എന്തിനാണ് സിംബിളൈസ് ചെയ്യുന്നത്? നോക്കുക, റെപ്രസെന്റ്സ് എക്സ്റ്റീരിയർ ഫോഴ്സസ് വിച്ച് ത്രെറ്റൻ ആൻഡ് സെക്യൂരിറ്റി. അത് ജെക്സ്റ്റാ പൊസിഷൻ, ഓക്സിമോറോൺ, പാരഡോക്സ്. ഇതിനെല്ലാം കൂടെ നമുക്ക് ഒറ്റ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാം. ഈ പറയുന്ന ലൈനിൽ ഏതാ? ഔട്ട് ഓഫ് ദ മർഡറസ് ഇന്നസെൻസ് ഓഫ് ദ സീ. അതിലെ മർഡറസ് ഇന്നസെൻസ് ഓഫ് ദ സീ എന്ന് പറയുന്നതാണ് ജെക്സ്റ്റാ പൊസിഷനായിട്ടും ഓക്സിമോറോൺ ആയിട്ടും പാരഡോക്സ് ആയിട്ടും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഏതാണ്? മർഡറസ് ഇന്നസെൻസ് ഓഫ് ദ സീ. നെക്സ്റ്റ് നോക്കുക, സിബിലൻസ്, അസൊനൻസ്. ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന നോക്കുക. ആൻഡ് ഹിയർ ദ സീ വിൻഡ് സ്ക്രീം അപ്പോൺ ദ ടവർ.
എന്ന് പറയുന്ന ലൈനിലെ സീ വിൻ സ്ക്രീൻ എന്ന് പറയുന്നതാണ് എന്തിന് ഉദാഹരണങ്ങൾ? സിബിലൻസിനും അസൊനൻസിനും. പിന്നീട് വരിയ തന്നിട്ട് ചോദിക്കും ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ അസൊനൻസ് എന്നും പറയാം, അല്ലെങ്കിൽ സിബിലൻസ് എന്നും പറയാം. അടുത്ത അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് ഗ്ലൂം ദാറ്റ് ഈസ് ഇൻ മൈ മൈൻഡ്. ഓക്കെ, ഗ്രേറ്റ് ഗ്ലൂം, മൈ മൈൻഡ്, ഇതെല്ലാം അലിട്രേഷന് ഉദാഹരണങ്ങളാണ്. അപ്പം ഇത് ഈ ലൈൻ തന്നിട്ട് ഏത് ലിറ്റററി ഡിവൈസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു, ഏതാണ്? അലിട്രേഷൻ. നെക്സ്റ്റ് നോക്കുക, ഡാഡി. സിൽവിയ പ്ലാത്തിന്റെ ഡാഡി. അതിന്റെ പ്രത്യേകം എന്താണ്? ഇതൊരു 80 ലൈൻ പോയം വിത്ത് 16 സ്റ്റാൻസസ്. 16 സ്റ്റാൻസസ് ഉള്ള 80 ലൈൻ പോയമാണ് ഈ പറയുന്ന ഡാഡി എന്ന് പറയുന്നത്. അതിൽ ഓരോ സ്റ്റാൻസയും 5 ലൈൻസ് വെച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, വിത്ത് നോ സ്പെസിഫിക് റൈം സ്കീം. അങ്ങനെ പ്രത്യേകിച്ചൊരു റൈം സ്കീം ഒന്നും ഇല്ല. ഇതുപോലെ നമ്മളൊന്ന് പഠിച്ചു. ഏത് പോയത്തിനാ സ്പെസിഫിക് റൈം സ്കീം ഇല്ലാത്തത്? ഡോവർ ബീച്ചിന് നമ്മളിവിടെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഡോവർ ബീച്ചിന് എന്തില്ല? പ്രത്യേകിച്ചൊരു റൈം സ്കീം ഇല്ല. നോക്കാം, ഡോവർ ബീച്ച് ഇവിടെ പറയുന്നുണ്ട് ദർ ഇസ് നോ സ്പെസിഫിക് റൈം സ്കീം ഇൻ ദിസ് പോയിന്റ്. അതേപോലെ ഡാഡി എന്ന് പറയുന്ന സിൽവിയ പ്ലാത്തിന്റെ പോയത്തിനും എന്തില്ല? സ്പെസിഫിക് റൈം സ്കീം ഇല്ല. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 ലൈൻ പോയമാണ്. 16 സ്റ്റാൻസാസ് ഉണ്ട്. ഓരോ സ്റ്റാൻസയും 5 ലൈൻസ് വെച്ചാണ്. നോക്കുക, ഇനി ഇതിന്റെ തീംസ് ഏതൊക്കെയാണ്? ലവ്, ഹേട്രഡ്, ലോസ്, ജെൻഡർ ആൻഡ് ഒപ്രഷൻ, പവർ ആൻഡ് മിത്ത് മേക്കിംഗ്, ഡെത്ത് ആൻഡ് മെമ്മറി ആർ ദ മേജർ തീംസ്. ഇപ്പൊ ഡാഡി എന്ന് പറയുന്ന പോയത്തിന്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ലവ്, ഹേട്രഡ്, ലോസ്, ജെൻഡർ ആൻഡ് ഒപ്രഷൻ, power and myth making, death and memory are the major themes. Mainly considered as a representative of loss. നമ്മുടെ ഡാഡി എന്ന് പറയുന്ന പോയം പ്രധാനമായും പരിഗണിക്കപ്പെടുന്ന എന്തായിട്ടാണ്? എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ലോസ്. ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസസ്, ഒന്ന് അസൊനൻസ്. നോക്കുക, ഈ പറയുന്ന 2 ലൈൻസിൽ ദേ ആർ ഡാൻസിങ് ആൻഡ് സ്റ്റാമ്പിങ് ഓൺ യു എന്ന് പറയുന്നതും I was 10 when they buried you എന്ന് പറയുന്നതും എന്താണ്? അസൊനൻസിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ലൈൻ തന്നിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അസൊനൻസ് എന്ന് പറയാം. അത് മെറ്റഫോർ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ദ പോയറ്റ് ഹാസ് കമ്പയർഡ് ഹർ ഫാദർ, ഹസ്ബൻഡ് ആൻഡ് മോസ്റ്റ് മെൻ ഇൻ ജനറൽ വിത്ത് ബ്ലാക്ക് ഷൂ, ഗാസ്ലി സ്റ്റാച്യു, പൻസർ മാൻ ആൻഡ് വാംപയർ. ഇതാണ് മെറ്റഫോർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേഴ്സണിഫിക്കേഷൻ, അതിന് ഉദാഹരണമായിട്ടുള്ള ലൈൻസ് ആണിത്. ആൻ എൻജിൻ ചഫിങ് മീ ഓഫ് ലൈക്ക് എ ജ്യൂ. ഇത് പേഴ്സണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. ഇത് തന്നിട്ട് ചോദിക്കും ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് പറയാം പേഴ്സണിഫിക്കേഷൻ. നോനമറ്റോപ്പിയ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കാം, അച്ചു ആൻഡ് ഇച്ച്, ഇതൊക്കെ ഈ പറയുന്ന ലിറ്റററി ഡിവൈസിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത് എൻചാംപ്മെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, അതിന് എക്സാമ്പിൾസ് ആണിത്. There is a stake in your fat black heart and the villagers never liked you എന്ന് പറയുന്നത് എൻചാംപ്മെന്റിന് എക്സാമ്പിൾ ആണ്. ഈ ലൈൻ തന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് പറയാം? എൻചാംപ്മെന്റ്. അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണിത്. ഐ മേഡ് എ മോഡൽ ഓഫ് യു, ഡാഡി ഐ ഹാവ് ഹാഡ് ടു കിൽ യു എന്ന് പറയുന്നത്. ഇത് രണ്ടും, ഈ ലൈൻസ് രണ്ടും എന്താണ്? അലിട്രേഷന് എക്സാമ്പിൾസ് ആണ്. ഇതിൽ തന്നിട്ട് ചോദിക്കും ഇവിടെ എന്താണ്, ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അലിട്രേഷൻ നമുക്ക് പറയാം. ഈ ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇതൊക്കെ. അതായത് എനി മോർ ബ്ലാക്ക് ഷൂ ഇൻ വിച്ച് ഐ ഹാവ് ലീവ്ഡ് ലൈക്ക് എ ഫൂ ആൻഡ് യുവർ ആരിയൻ ഐ ബ്രൈറ്റ് ബ്ലൂ ബട്ട് ദേ പുൾഡ് മീ ഔട്ട് ഓഫ് ദ സാക്ക്. ഇതെല്ലാം എന്താണ്? ഇമേജറിക്ക് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ലൈൻ തന്നിട്ട് ചോദിക്കും ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്? ഇമേജറി. കൺസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ഐ ബിഗാൻ ടു ടാക്ക് ലൈക്ക് എ ജ്യൂ. നെക്സ്റ്റ് ലൈൻ ആർ നോട്ട് വെരി പ്യുവർ ഓർ ട്രൂ. ഇത് രണ്ടും കൺസണൻസിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ലൈൻ തന്നിട്ട് ഇത് ഏത് ലിറ്റററി ഡിവൈസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ചോദിച്ചാൽ നമുക്ക് കൺസണൻസ് എന്ന് ധൈര്യമായിട്ട് എഴുതാം. സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ബിഗ് ആസ് എ ഫ്രിസ്കോ സീലും അതുപോലെ ഐ ബിഗാൻ ടു ടാക്ക് ലൈക്ക് എ ജ്യൂ. ഇത് രണ്ടും സിമിലിക്ക് എക്സാമ്പിൾസ് ആണ്. നോക്കുക, ഹോം ബെറിയലിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? ഇറ്റ്സ് എ ഡ്രമാറ്റിക് ലിറിക്. ഓക്കെ, പ്രസന്റിങ്
a continuous scene and employing primarily dialogue rather than narrative or description. Okay. എന്താണ്? A dramatic lyric presenting a continuous scene and employing primarily dialogue rather than narrative or description. Next point നമുക്ക് നോക്കാം. The mental breakdown, the loss of a child, the collapse of a marriage, the cost of miscommunication, death and grief, gender roles are the major themes. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഹോംബറിയൽ എന്ന് പറയുന്ന പോയത്തിന്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? The mental breakdown, the loss of a child, the collapse of a marriage, the cost of miscommunication, death and grief, gender roles are the major themes. നമുക്ക് ലിറ്റററി ഡിവൈസിലേക്ക് വരാം. നോക്കുക, അസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ലൈൻസ് ആണ് an എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. നോക്കുക, ഇഫ് ഐ ക്യാൻ ചേഞ്ച് ഇറ്റ് ഓർ ഐ വോണ്ട് മേക്കിംഗ് ദ ഗ്രേവൽ ലീപ്പ് ആൻഡ് ലീപ്പ് ഇൻ എയർ. ഈ രണ്ട് ലൈൻസ് ഇത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പം ഇതുപോലത്തെ ലൈൻ തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ പറയുന്ന ലൈനിൽ എന്താണ് ലിറ്റററി ഡിവൈസ് ആയിട്ട് വന്നിരിക്കുന്നത്? നമുക്കെന്ത് പറയാം? അസണൻസ് എന്ന് പറയാം. ഇനി നോക്കാം അടുത്തത് എൻചാംമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഈ വരികൾ നമ്മളെ കാണിച്ചു തരുന്നത്. അതിന് ഉദാഹരണങ്ങളാണിത്. നോക്കുക, ആൻഡ് ഐ ക്രപ്റ്റ് ഡൗൺ ദ സ്റ്റേഴ്സ് ആൻഡ് അപ്പ് ദ സ്റ്റേഴ്സ് ടു ലുക്ക് അഗെയിൻ ആൻഡ് സ്റ്റിൽ യുവർ സ്പേഡ് കെപ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് എൻചാംമെന്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനൊരു ലൈൻ തന്നിട്ട് അതിനകത്ത് എന്ത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എൻചാംമെന്റ് എന്ന് പറയാം. അടുത്ത ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന ലൈൻസ് ആണ് ഇത് മൂന്നും. നോക്കുക, ഹി saw her from the bottom of the stairs. You had stood the spade up against the wall and turned on him with such a daunting look. ഇതെല്ലാം ഇമേജറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി അടുത്ത എന്താണ്? കൺസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ഐ ഷാൽ ലാഫ് ദ വേഴ്സ്റ്റ് ലാഫ് ഐ എവർ ലാഫ്ഡ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ലൈൻ, ഇഫ് ഐ ക്യാൻ ചേഞ്ച് ഇറ്റ് ഓ ഐ വോണ്ട്. ഇതെല്ലാം എന്താണ്? കൺസണൻസുമായി ബന്ധപ്പെട്ട ലൈൻസ് ആണ്. പിന്നെയുള്ള ലൈൻസ് തന്നിട്ട് അവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം കൺസണൻസ്. അടുത്ത മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, നോട്ട് യു ഓ വെർ ഈസ് മൈ ഹാറ്റ് ഓ ഐ ഡോണ്ട് നീഡ് ഇറ്റ് ഐ മസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ ഐ മസ്റ്റ് ഗെറ്റ് എയർ. നെക്സ്റ്റ്, നോ ഫ്രം ദ ടൈം വെൻ വൺ ഈസ് സിക്ക് ടു ഡെത്ത് വൺ ഈസ് അലോൺ ആൻഡ് ഹി ഡൈസ് മോർ അലോൺ. ഇതെല്ലാം എന്താണ്? മെറ്റഫറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ലൈൻസ് ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന പോയത്തിലേക്കാണ്. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് എ 6 stanza പോയം ദാറ്റ് ഇസ് ഡിവൈഡ് ഇൻ ടു സെറ്റ്സ് ഓഫ് 4 ലൈൻസ്, അതായത് ക്വാട്രെയിൻസ്, നോട്ട് ഫോളോയിങ് എ സിംഗിൾ റൈം സ്കീം. എന്താണ്? 6 stanza പോയമാണ്. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വെച്ചുണ്ട്. അതെന്ത് ചെയ്യുന്നില്ല? ഒരു സിംഗിൾ റൈം സ്കീമിനെ ഫോളോ ചെയ്യുന്നതുമില്ല. അപ്പൊ അത്തരത്തിലുള്ളതാണ് ഈ പറയുന്ന ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന പോയത്തിന്റെ പ്രത്യേകത. നമുക്ക് ഇതിന്റെ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കുക, ഇമ്മോർട്ടാലിറ്റി, എറ്റേണിറ്റി, ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ആർ ദ മേജർ തീംസ്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന പോയത്തിന്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഇമ്മോർട്ടാലിറ്റി, എറ്റേണിറ്റി, ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ആർ ദ മേജർ തീംസ്. പിന്നെ ഇവിടെ അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് ഡിവൈസ് ആയിട്ട്, ലിറ്റററി ഡിവൈസ് ആയിട്ട്. നോക്കുക, ലേബർ ആൻഡ് ലെഷർ ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ആൻഡ് സ്കൂൾ ആൻഡ് സ്ട്രോ ഇൻ ദ തേർഡ് സ്റ്റാൻസ. ഇതൊക്കെ നമുക്ക് അലിട്രേഷന്റെ എക്സാമ്പിൾസ് ആയിട്ട് എടുത്ത് കാണിക്കാം. ചിലപ്പോൾ ഈ പറയുന്ന ലൈൻ തന്നിട്ട് അതിൽ എന്താണ്, ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് അലിട്രേഷൻ എന്ന് പറയാം. നെക്സ്റ്റ്, പേഴ്സണിഫിക്കേഷൻ. നോക്കുക, ഡെത്ത് ഈസ് പേഴ്സണിഫൈഡ് ആസ് ബോത്ത് കൈൻഡ് ആൻഡ് സിവിൽ ഇൻ ദ ലൈൻസ്. ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ ആൻഡ് ഫോർ ഹിസ് സിവിലിറ്റി. അതായത് ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ എന്ന് പറയുന്നതിനകത്ത് ഡെത്തിനെയാണ് പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നത്. എന്ത് പറഞ്ഞുകൊണ്ട്? കൈൻഡ് എന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ ഫോർ ഹിസ് സിവിലിറ്റി, സിവിൽ അതിനെ പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നു. അവിടെ ഡെത്ത് സിവിലായിട്ട് പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നു. അതുപോലെ കൈൻഡ് ആയിട്ടും പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നു.
ഓക്കെ, അപ്പം പേഴ്സണിഫിക്കേഷൻ്റെ എക്സാമ്പിളായിട്ട് ചോദിക്കാൻ നമുക്കിത് പറയാം. അല്ലെങ്കിൽ ഈ പറയുന്ന ലൈൻ തന്നിട്ട് അവിടെ ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയാം. നമ്മൾ എൻചാൻമെന്റ് അവിടെ കാണാൻ കഴിയും. നോക്കുക, അതിന് ഉള്ള ലൈൻസ് ആണ് ഇതെല്ലാം. നോക്കുക, ദ കാരേജ് ഹെൽഡ് ബട്ട് ജസ്റ്റ് അവേഴ്സൽസ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന ലൈനും, അതുപോലെ തന്നെ ആൻഡ് ഐ ഹാഡ് പുട്ട് അവേ മൈ ലേബർ ആൻഡ് മൈ ലെഷർ ടു എന്ന് പറയുന്ന ഈ രണ്ട് ലൈൻസും എന്തിന് ഉള്ള ഉദാഹരണങ്ങളാണ് എൻചാൻമെന്റിന്. അപ്പം ഇങ്ങനൊരു ലൈൻ തന്നിട്ട് ഇത് ഏത് ലിറ്റററി ഡിവൈസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻചാൻമെന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ വരാൻ പോകുന്നത് എ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്ന പോയത്തിലേക്കാണ്. നോക്ക്, ഇതിന്റെ പ്രത്യേകത എന്താണ്? എ 35 ലൈൻ 1 സ്റ്റാൻസ ലിറിക് പോയം. ഈ പോയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒറ്റ സ്റ്റാൻസയേ ഉള്ളൂ. ആ സ്റ്റാൻസ എന്ന് പറയുമ്പോൾ 35 ലൈൻസ് അടങ്ങുന്ന സ്റ്റാൻസയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണ്? അത് ലിറിക് പോയമാണ്. ലിറിക് പോയമാണത്. റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്, ഫ്രീ വേഴ്സിൽ എഴുതപ്പെട്ട ലിറിക് പോയമാണ്. ഡെപിക്റ്റിംഗ് എന്താണ്? എ ടെലിഫോൺ കോൺവെർസേഷൻ between a black man and a white woman in a question and answer pattern, mostly in the present tense. ഇത്രയും പ്രത്യേകതയാണ് എന്തിനുള്ളത്? ഈ പറയുന്ന എ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്ന പോയത്തിന്റെ സ്ട്രക്ചറും അതിന്റെ പ്രത്യേകതയും എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒറ്റ ലൈനിലൂടെ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? എ 35 ലൈൻ 1 സ്റ്റാൻസ ലിറിക് പോയം written in free verse depicting a telephone conversation between a black man and a white woman in a question and answer pattern, mostly in the present tense form. ഇതാണ് എ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്ന പോയം. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അപ്പം തന്നെ പറയാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ അതിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്. ഇതിന്റെ തീംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം റേസിസം ആൻഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഐഡന്റിറ്റി. റേസിസവും കോംപ്ലക്സിറ്റി ഓഫ് ഐഡന്റിറ്റിയുമാണ് പ്രധാനപ്പെട്ട തീംസ്. ദ റെപ്പറ്റീഷൻ ഓഫ് ദ വേർഡ്സ് ഇൻ ദ പോയം സച്ച് എസ് ഡാർക്ക്, ലൈറ്റ് ആൻഡ് റെഡ് അണ്ടർലൈൻസ് ദിസ് തീം. ഈ പറഞ്ഞ റേസിസം ആൻഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഐഡന്റിറ്റി എന്ന് പറയുന്ന തീമിനെ അണ്ടർലൈൻ ചെയ്യുന്നതാണ് നമുക്ക് ഈ പറയുന്ന പോയത്തിൽ കാണാൻ പറ്റുന്ന റെപ്പറ്റീഷൻ. ഏതൊക്കെ വാക്കുകളുടെ റെപ്പറ്റീഷൻ? സച്ച് എസ് ഡാർക്ക്, ലൈറ്റ് ആൻഡ് റെഡ് എന്ന് പറയുന്ന വാക്കുകളുടെ റെപ്പറ്റീഷൻ. അതെന്തിനെ സാധൂകരിക്കുന്നു? ഈ തീമിനെ സ്വാധീകരിക്കുന്നു. For racism and the complexity of identity are the major themes that the repetition of the words in the poem such as dark, light and red underlines. Okay, ഇതാണ് ഇതിന്റെ തീം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുക. ഇനി നോക്കാം ലിറ്റററി ഡിവൈസസ്. അസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വരികളിൽ നോക്കിയാൽ കാണാൻ പറ്റും. നോക്കാം, ലിപ്സ്റ്റിക് കോട്ടഡ് ലോങ് ഗോൾഡ് റോൾ സിഗരറ്റ് ഹോൾഡർ പൈപ്പ് എന്ന് പറയുന്നത് ആസനൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഇങ്ങനൊരു വരി തന്നിട്ട് ഇത് ഇവിടെ ഏത് ഡിവൈസ് ആണ് ഉപയോഗിച്ചത്? കൺസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ഫ്ലൈറ്റ് ഓഫ് ഫാൻസി ടിൽ ട്രൂത്ത്ഫുൾനെസ് ക്ലാങ്ഡ് ഹർ ആക്സെന്റ് എന്ന് പറയുന്ന ലൈൻ കൺസണൻസിന് ഉദാഹരണമാണ്. അപ്പൊ ഇങ്ങനെ ലൈൻ തന്നിട്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൺസണൻസ് എന്ന് പറയാം. അടുത്ത അലിട്രേഷൻ. നോക്കുക, ഹെർ അസെന്റ് വാസ് ക്ലിനിക്കൽ ക്രഷ്. അപ്പൊ ഇതാണ് അലിട്രേഷനുമായി ബന്ധപ്പെട്ട ലൈനാണ്. ഇങ്ങനെ തന്നിട്ട് ചോദിക്കും ഇവിടെ ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? നമുക്ക് പറയാം അലിട്രേഷൻ. നമ്മൾ നോക്കുന്നത് ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന് പറയുന്ന പോയമാണ്. നോക്കുക, ഇതിന്റെ പ്രത്യേകത എന്താണ്? റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഫ്രീ വേഴ്സിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. വിത്ത് നോ റൈമിംഗ് ലൈൻസ് ത്രൂ ഔട്ട് വിച്ച്, ഈ പറയുന്ന റൈമിംഗ് ലൈൻസ് ഒന്നും ഇല്ലാത്ത ഈ ഫ്രീ വേഴ്സ് എഴുതപ്പെട്ടിരിക്കുന്ന പോയത്തില് അതിലുടനീളം നമുക്ക് എന്ത് കാണാൻ പറ്റും? ദ റെപ്പറ്റീഷൻ ഓഫ് ദ ഐ സൗണ്ട്. ഐ എന്ന് പറയുന്ന വവൽ സൗണ്ട്, ലെറ്റർ അല്ല സൗണ്ട്, അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. എന്തിനു വേണ്ടിയാ? ഫോർ ക്രിയേറ്റിംഗ് എ ട്രാൻസിയൻ റിതം. ഒരു ട്രാൻസിയൻ റിതം സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ പറയുന്ന ലൈൻസിലെല്ലാം ഉടനീളം ഐ എന്ന് പറയുന്ന ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഐ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ റെപ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ പറയുന്ന ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന് പറയുന്ന പോയത്തിന്റെ സ്ട്രക്ചറും ഫോമും എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. Written in free verse with no rhyming lines throughout which the repetition of the I sound is maintained for creating a transient rhythm. ഇതിന്റെ തീംസ് എന്തെന്ന് ചോദിച്ചാൽ ഹിസ്റ്ററി ആൻഡ് erasure
and the subjectivity of truth are the major themes. ഇനി എൻചാംമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക ഏതാണ്? I am in the lake in the center of the picture just under the surface. ഇതെന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? എൻചാംമെന്റിന് ഉദാഹരണമാണ്. ഇങ്ങനെ ലൈൻസ് തന്നിട്ട് ചോദിക്കും ഇത് ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം എൻചാംമെന്റ്. നേരത്തെ നോക്കാം അലിട്രേഷൻ. ബട്ട് ഇഫ് യു ലുക്ക് ലോങ് ഇനഫ്, അത് അലിട്രേഷന് ഉദാഹരണമാണ്. പിന്നെ ചോദിച്ചിട്ട് ചോദിക്കും ഏത് ലിറ്റററി ഡിവൈസ്. അപ്പൊ നമുക്ക് പറയാം അലിട്രേഷൻ. അത് ഐറണി, അതിന് എക്സാമ്പിൾ ആണിത്. നോക്കുക അറ്റ് ഫസ്റ്റ് ഇറ്റ് സീംസ് ടു ബി എ സ്മിയർഡ് പ്രിന്റ്. പിന്നെ ലൈൻ തന്നിട്ട് ചോദിക്കും ഇതെന്താണ്, ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഐറണി. ആസ് സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക എ തിങ് ദാറ്റ് ഈസ് ലൈക്ക് എ ബ്രാഞ്ച് പാർട്ട് ഓഫ് എ ട്രീ. ഇനി മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക ഓഫ് ദ പിക്ചർ ജസ്റ്റ് അണ്ടർ ദ സർഫേസ്. ഇത് മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. ഇത് ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് PDF ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ വന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.